ഈയിടയ്ക്ക് ഞാൻ MDF-നെ കുറിച്ച് വെള്ളം കുടിച്ച് വീർത്ത MDF എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഉപയോഗിക്കാൻ വയ്യ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ മേല എന്നുള്ളതല്ല, ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ എവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമസ്കാരം. നമ്മൾ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈയിടയ്ക്ക് ഞാൻ MDF-നെ കുറിച്ച് വെള്ളം കുടിച്ച് വീർത്ത MDF എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഉപയോഗിക്കാൻ വയ്യ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ മേല എന്നുള്ളതല്ല, ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ എവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനായിട്ട് ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്ന റുഷീൽ ഡെക്കോറിലാണ്. റുഷീൽ ഡെക്കോർ എന്ന് പറയുന്ന MDF എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ നിൽക്കുന്നത് വിശാഖപട്ടണത്താണ്, അവരുടെ ഫാക്ടറിയിൽ. ഇവർക്ക് 5 ഫാക്ടറിയിലാണ് ഓൾ ഓവർ ഇന്ത്യ ഉള്ളത്, വലിയ ഫാക്ടറികൾ. MDF എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന അത് എങ്ങനെ ഉണ്ടാക്കുന്നു, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അത് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എവിടെയൊക്കെ ഉപയോഗിക്കാം. MDF ഒരു ഗ്രേഡ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന് വേറെ ഗ്രേഡുകളുണ്ടോ, HDF, HDHMR എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഇവരുടെ ഗ്രേഡ് അതിൽ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനു മുൻപ് നമ്മുടെ MDF-നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലിസ്റ്റഡ് ഫേംസ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പബ്ലിക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫേംസ്, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഒരു ഫേമാണ്. ഗവൺമെന്റ് അതോറിറ്റിയുടെ ഒരു നോട്ടം എപ്പോഴും അതിലുണ്ടാകും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരു ഫേമാണ് യഥാർത്ഥത്തിൽ റുഷീൽ ഡെക്കോർ, അല്ലെങ്കിൽ MDF എന്ന് പറയുന്ന അവരുടെ ബ്രാൻഡ്. റുഷീൽ ഡെക്കോർ കമ്പനിയും MDF ബ്രാൻഡുമാണ്. ഇത് ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ മരങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇത് ഫൈബേഴ്സ്, ഇത് ഫൈബർ ആവുന്നതിന് മുമ്പ് അത് ഫൈബർ ആക്കുന്നതിന് ഉപയോഗിക്കുന്ന മരങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർവുഡ് എന്ന് പറയുന്ന യൂക്കാലിപ്റ്റസ്, അതുപോലെ ധാരാളം മരങ്ങൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നു. ആ മരങ്ങൾ ക്രഷ് ചെയ്ത് ഫൈബർ രൂപത്തിലാക്കിയിട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ യഥാർത്ഥത്തിൽ നടക്കുന്നത്. നമ്മൾ റോ മെറ്റീരിയൽ വന്ന് ഇറങ്ങുന്നത് ഇവിടുന്നാണ്. ഇത് നേരെ ക്രഷറിലോട്ട് പോകും. നമ്മളിതിന് മുൻപേ പറഞ്ഞിരുന്നത് ക്രഷറിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നാണ് തുടക്കം. ആക്ച്വലി ഈ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന സ്ഥലത്തു നിന്നാണ്. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചിപ്സ് ആണ് എൻ്റെ പുറകിൽ വന്ന് വീടുകൊണ്ടിരിക്കുന്നത്. റോ മെറ്റീരിയൽ ആദ്യം തന്നെ ക്രഷറിലിട്ട് ഇവർ ക്രഷ് ചെയ്ത്, അത് വേസ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ഉണ്ട്, അല്ലാതെ ഇതിന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഉണ്ട്. വേസ്റ്റ് വരുന്ന പ്രോഡക്റ്റ് അവർ ഫർണസിലോട്ട് ഉപയോഗിക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഇതാ ഈ കാണുന്നത്. റോ മെറ്റീരിയൽ ഇത് കൃത്യമായിട്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നു. ദെൻ ഇവിടെ നിന്നാണ് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. ആക്ച്വലി ഈ ചിപ്പുകളെല്ലാം തന്നെ കൺവെയർ ബെൽറ്റിലൂടെ സൈലത്തിലേക്ക് കുറച്ച് പോകും. അത് കൂടാതെ കൺവെയർ ബെൽറ്റിലൂടെ ഈ ചിപ്പ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലെ ഫസ്റ്റ് പ്രോസസ്സിങ്ങിലേക്ക് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഫിനൈൽ ഫോമാൽഡിഹൈഡ് ഉപയോഗിച്ച് അതിൻ്റെ ഞാൻ ഒരു പശ മാത്രമാണ് പറഞ്ഞത്, ഇതിനകത്ത് ഏറെ പശകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപയോഗിച്ച് ഇത് മിക്സ് ചെയ്തു. അത് മിക്സ് ചെയ്ത് ഇതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റിലേക്ക്, അതായത് എൻ്റെ പ്രൊഡക്റ്റ് വരുന്നതിലേക്ക്, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതെല്ലാം തന്നെ നമ്മളെടുത്ത ചിപ്പിങ്ങിൽ നിന്ന് ആ ചിപ്പ് ചെയ്ത ആ ചെറിയ കഷ്ണങ്ങൾ കേട്ടല്ലോ, അതിൽ നിന്ന് വീണ്ടും ഇത് മിക്സ് ചെയ്ത് ഇത് പിന്നീട് ഫൈബർ രൂപത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് MDF-നെ മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ഫസ്റ്റ് ഫാക്ടറിയിലെ ഫസ്റ്റ് പ്രോസസ്സിങ്ങിലേക്ക് വരുന്നത്. അതിനുശേഷം അത് കെമിക്കൽ മിക്സ്, അതായത് ഗ്ലൂ മിക്സ് ചെയ്ത പ്രോഡക്റ്റ്, അതൊരു ഒരു ബെഡ് പോലെ ക്രിയേറ്റ് ചെയ്ത് ദെൻ അത് കൺവെയർ ബെൽറ്റിലോട്ട് വന്ന് അത് സ്റ്റീമിംഗ് പ്രോസസ്സ് ഫസ്റ്റ് നടക്കും. സ്റ്റീമിംഗ് പ്രോസസ്സിന് ശേഷം ഇത് പിന്നീട് വരുന്നത് അതൊരു 16x16 സൈസിലുള്ള വലിയ ഒരു സ്ലാബായിട്ട്, 16x6 വലിയ സ്ലാബായിട്ട്, അതിനുശേഷം ഇത് കൂളിംഗ് പ്രോസസ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കൂളിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജയന്റ് വീല് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ആ കൂളിംഗ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ അതും കട്ട് ചെയ്തതിന് ശേഷം ഒരു 16x16 സൈസുള്ള വലിയ ഷീറ്റുകളായിട്ട് ഈ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കസ്റ്റമൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുമെന്നാണ് പറഞ്ഞത്. അതായത് 8x4 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സൈസ്, 6x4 എന്ന് പറയുന്ന സൈസ്, 6x3 എന്ന സൈസ്, അങ്ങനെയുള്ള പല കസ്റ്റമൈസ്ഡ് സൈസുകളിൽ വന്നതിന് ശേഷം സ്റ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫാക്ടറിയെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നുന്നു ദശലക്ഷക്കണക്കിന് സ്റ്റാക്കിംഗ് പോയിന്റ്സ് ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് പോലെ. പ്രൊഡക്ഷന് ശേഷം നമ്മൾ പോകുന്ന സാൻഡിങ്ങിലേക്കാണ്. സാൻഡിങ് എന്ന് പറയാൻ നിങ്ങളറിയാം കാലിബ്രേഷൻ. പ്ലൈവുഡിൽ മിക്കവാറും കാലിബ്രേഷൻ ലഭിച്ച് കിട്ടാറില്ല. സാൻഡിങ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് 100% കാലിബ്രേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അത് കാലിബ്രേറ്റ് ചെയ്തിട്ട് നേരെ പോകുന്നത് ഇത് ബാച്ച് തിരിക്കുക, അതായത് ഗ്രേഡ് തിരിക്കുക എന്നുള്ളതാണ്.
ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 3 ഗ്രേഡുകൾ. അതിൽ MDF ആണെങ്കിൽ പോലും അതിൽ നോർമൽ MDF ഗ്രേഡ്, ദെൻ എക്സ്റ്റീരിയർ ഗ്രേഡ്, അതിനുശേഷം WR, അതൊരു വാട്ടർ റെസിസ്റ്റന്റ്, അങ്ങനെ 3 ഗ്രേഡുകളുണ്ട്. ഇത് നേരെ അതിന് ശേഷം ക്വാളിറ്റി ചെക്കിങ്ങിലേക്ക് പോകുന്നു. ഇത് യഥാർത്ഥത്തിൽ ക്വാളിറ്റി ചെക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് പുറത്ത് പോവേണ്ടത്. നമ്മൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം ഇതുപോലുള്ള ക്വാളിറ്റി മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ MDFന്റെ ക്വാളിറ്റി ചെക്കിങ് നടത്തുന്ന ലാബിലാണ്. ഇതൊക്കെ നമ്മുടെ ബെൻഡിങ് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന, നമ്മൾ സാധാരണ ഈ സ്റ്റീലിൽ TMT ബാറിലൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിന് ബെൻഡിങ് ടെസ്റ്റ്, അതുപോലെ കെമിക്കൽ ടെസ്റ്റുകൾ. കാര്യം ഇത് ഫൈബർ ബോർഡാണല്ലോ, അതുകൊണ്ട് തന്നെ കെമിക്കൽ ടെസ്റ്റുകൾ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്രേഡ് എത്രയൊക്കെ ഉണ്ട്, അത് ഏതൊക്കെയാണ്, എവിടെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതിലോട്ട് പോവാം. അപ്പോൾ ഇങ്ങനെയാണ് MDF പ്രൊഡക്ഷൻ ചെയ്യുന്നത്. MDF അല്ലെങ്കിൽ അതിൻ്റെ പല പല ഗ്രേഡുകൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്. 93-ലാണ് നമ്മുടെ വിർ MDF അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 93-ലാണ് ആ പ്രൊഡക്റ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ഓരോ ഗ്രേഡുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിൻ്റെ സാമ്പിൾസാണ് ഇവിടെ ഉള്ളത്. ഓരോ സാമ്പിൾസ് കാണിച്ച് നിങ്ങളെ ഞാൻ ഓരോ പ്രോഡക്റ്റും പരിചയപ്പെടുത്താം. ഇതിൽ നമ്മൾ സാധാരണ MDF എന്ന് പറയുമ്പോൾ മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് തന്നെ 3 ഗ്രേഡുകളുണ്ട്. അതിൽ MDF, ഇന്റീരിയർ ഗ്രേഡ്, ദെൻ എക്സ്റ്റീരിയർ ഗ്രേഡ്, അതിൽ തന്നെ നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രേഡുകൾ. ഇത് അതിൻ്റെ ഇന്റീരിയർ ഗ്രേഡ് പ്രൊഡക്റ്റാണ്. ഇന്റീരിയർ ഗ്രേഡ് പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്റീരിയർ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമലി വിചാരിക്കും ഇത് വെള്ളത്തിലൊക്കെ അല്ലെങ്കിൽ വെള്ളം പറ്റുന്നിടത്ത് യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ വെള്ളം പറ്റുന്നിടത്ത് യൂസ് ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റ് ഞാൻ അടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതിൽ തന്നെ ഇന്റീരിയർ ഗ്രേഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് MDF തന്നെ എക്സ്റ്റീരിയർ ഗ്രേഡ് വിറിൻ്റെ ഉണ്ട്. അതിന് പറയുന്നത് വിർ പ്രോ പ്ലസ് എന്നുള്ളതാണ്. ഒരു പിങ്ക് കളറാണ് ഇതിന് പൊതുവേ വരുന്നത്. ഇത് പല കമ്പനികൾക്കും പല കളേഴ്സ് ആയിരിക്കും അവർ ഉപയോഗിക്കുക. ഇവിടെ ഇതിന് പിങ്ക് കളറാണ് വരുന്നത്. ഇത് എക്സ്റ്റീരിയർ ഗ്രേഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. എക്സ്റ്റീരിയർ ഗ്രേഡ് എന്ന് പറയുമ്പോഴും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എക്സ്റ്റീരിയർ ആവശ്യങ്ങൾ, വീടിന് പുറത്തൊന്നും നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതിന് പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ഇവർ ഇറക്കിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന വിർ മാക്സ് പ്രോ എന്ന പേരിൽ അറിയപ്പെടുന്ന HDF WR. HDF എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ്, അത് WR വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൽ തന്നെ നമുക്കിപ്പോൾ കാണിച്ച ഓരോ പ്രോഡക്റ്റും ഓരോ തിക്നെസ്സിലും അവൈലബിൾ ആണ്. നമുക്ക് 3 mm തൊട്ട് 3, 6, 8, 9, 12, 16, 17, 25 അങ്ങനെ പല തിക്നെസ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സൈസ് പറഞ്ഞു. ഇതിൽ തന്നെ ഇവിടെ സൈസ് അവൈലബിൾ ആയ ഏതൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. 8x4 എന്ന് പറയുന്ന സ്റ്റാൻഡർഡൈസ് സൈസാണ്. അതുകൂടാതെ 8x6, ഇനി അതല്ല 6x4, 6x3 അങ്ങനെ പല സൈസുകളിൽ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും ഇതുപോലുള്ള ഓരോന്നും. ഈ HDF WR ബോർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഉദാഹരണം MDF വരുമ്പോഴത്തേക്ക് നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കിച്ചണിൽ നമുക്ക് വാഷ് ബേസിൻ്റെ താഴെ, സിങ്കിൻ്റെ താഴെയൊക്കെ വാട്ടർ ഡ്രോപ്സ് നമ്മൾ അറിയ പോലില്ല. അങ്ങനെയുള്ളിടത്തൊന്നും നമുക്കിന്ന് ഈ പറയുന്ന MDF പോലുള്ള മെറ്റീരിയൽസ്, MDFന്റെ ഇന്റീരിയർ ഗ്രേഡ് നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ HDF WR നമ്മൾ പലരും ഇത് വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യം, മറൈൻ പ്ലൈവുഡുകൾ പോലും വെള്ളത്തിൽ നിരന്തരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. അതിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് പിന്നീട് വേറെ പ്രോഡക്റ്റുകളോട് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. ഇനി പലപ്പോഴും നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പ്രീ ലാമിനേറ്റഡ് ബോർഡുകൾ. സാധാരണ മൈക്ക ലാമിനേഷനെ കുറിച്ച് ആൾക്കാർ പറയും, നമ്മളെ മറൈൻ പ്ലൈവുഡിലൊക്കെ മൈക്ക ലാമിനേറ്റ് ചെയ്തെടുക്കും. അതേസമയം ഇത് പേപ്പർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന പ്രീ ലാമിനേറ്റഡ് MDFും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവരുടെ ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് HDF WRും അതുപോലെ തന്നെ പ്രീ ലാമിനേറ്റഡ് MDF ആണ്. പ്രീ ലാമിനേറ്റഡ് MDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമിനേറ്റ് ചെയ്തായിരിക്കും വരുന്നത്. അതിൽ ഫ്രണ്ട് സൈഡ് നമുക്ക് ഏതാണോ ആവശ്യമുള്ളത്, ഏത് കളർ പറയുന്നോ അല്ലെങ്കിൽ ഏത് ഡിസൈൻ പറയുന്നോ ആ ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്മുടെ ഒരു വുഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നുവെങ്കിൽ ബാക്ക് സൈഡിൽ വേറെ ഏത് വേണേൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. മൈക്ക ലാമിനേറ്റിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് പ്രീ ലാമിനേറ്റഡ് MDF. ഇതും നമുക്ക് പ്രീ ലാമിനേറ്റഡ് MDF എന്ന് പറയുന്ന പ്രോഡക്റ്റ് തന്നെ നമുക്ക് പ്രീ ലാമിനേറ്റഡ് HDFിലേക്കോ പ്രീ ലാമിനേറ്റഡ് HDF WR ബോർഡിലേക്കോ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ആക്ച്വലി നമ്മളൊരു വീട് വെക്കുമ്പോഴത്തേക്കും അതിൽ ഇന്റീരിയർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിൽ ഏറിയ പങ്ക് നമുക്കൊരു ബഡ്ജറ്റ് പ്രോഡക്റ്റ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് പ്ലൈവുഡിൽ വരുമ്പോഴത്തേക്കും കാലിബ്രേറ്റഡ് പ്ലൈവുഡുകൾ വേണം ഡോറിന് യൂസ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം ഇടയ്ക്ക് പറഞ്ഞിരുന്നു കാലിബ്രേഷനെ കുറിച്ച്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ MDF അല്ലെ HDF അല്ലെ HDF WR ആയിക്കോട്ടെ, ഈ പ്രൊഡക്റ്റ് എല്ലാം തന്നെ കാലിബ്രേറ്റഡ് പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡോറുകളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ടെൻഷൻ വരുന്ന ഒരു സ്ഥലം സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ്. സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന് മുൻപ് QC ടെസ്റ്റിൽ ലാബിൽ ഞാൻ കാണിച്ചിരുന്നു. സ്ക്രൂ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന വുഡ് കണ്ടന്റിന്റെ പൗഡറിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത്രയും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫോം ആണെന്നുണ്ടെങ്കിൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിക്ക് പ്രോബ്ലംസ് ഒന്നും നമുക്ക് വരികയില്ല.
ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അത് ഏത് പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് പ്രധാനമാണ്, അത് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് പ്രധാനമാണ്, എവിടെ ചെയ്യണം എന്നുള്ളതും പ്രധാനമാണ്. ഇനി നമുക്കറിയേണ്ടത് ഇവരുടെ നെറ്റ്വർക്കാണ്, കേരളത്തിൽ എവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ് എന്നുള്ളത്. അത് സംസാരിക്കാനായിട്ട് എൻ്റെ ഒപ്പം കേരള റീജിയണൽ മാനേജറുണ്ട് നേതാജി. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറയുമായിരുന്നേ, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കാണിക്കുന്നത്, അത് MDFന്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്. നമുക്കറിയേണ്ടത് ഇനി എവിടെയൊക്കെ നമുക്ക് ഈ സാധനം അവൈലബിൾ ആകുന്നത്. നമ്മൾ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു 8 മേജർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. പിന്നെ ഒരു 16+ സബ് ഡീലേഴ്സ് നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പൊ ഈ HMR കൂടി എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. HMR എന്ന് പറയുമ്പോൾ HDF WR ഒരു സ്റ്റോക്കിംഗ് പോയിന്റിൽ നിന്ന് ഒരു കസ്റ്റമറിലോട്ട്, ഇപ്പൊ ഒരു കസ്റ്റമറിലോട്ട് ഒരു ഷീറ്റ് ആയിട്ട് ആൾക്കാർ ചിലപ്പോൾ ചോദിച്ചേക്കാം, എൻ കസ്റ്റമറാണ്, നമുക്കിത് ഉപയോഗിക്കുന്ന എൻ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യും, ഇന്റീരിയേഴ്സ്, ആർക്കിടെക്ട്സ്, എല്ലാവർക്കും ഇത് ആവശ്യമാണ്. എണ്ണമല്ല, നമുക്ക് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആണ് പ്രധാനം. 100% സർവീസ് ചെയ്യുക. നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പീപ്പിൾ സപ്പോർട്ട് ഫ്രണ്ട്ലി ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ഷീറ്റ് പോലും നമ്മൾ എത്തിക്കുക എവിടെ വേണമെങ്കിലും. കേരളത്തിന്റെ തെക്കേയറ്റം കന്യാകുമാരി എടുത്തോ, കുഴപ്പമില്ല, അവിടുന്ന് കാസർഗോഡിന്റെ അറ്റം വരെ നമുക്ക് ഈ സാധനം കൊടുക്കാം. പിന്നെ അത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, 5 സ്ഥലത്ത് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ള ഓൾ ഇന്ത്യ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ള ഒരു ഫേമാണ്. ഇന്ത്യയിൽ എവിടെയും നമുക്ക് നെറ്റ്വർക്ക് കൂടി ഉണ്ട് എന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു വെക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ നിൽക്കുന്നത് അവരുടെ ഡെസ്പാച്ചിലാണ്. ഇവിടെ നിന്നാണ് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ബോർഡുകൾ കയറി വരുന്നത്. വീട്ടിലേക്കുള്ളതെന്ന് പറയുമ്പോൾ ഇത് ഡീലർ പോയിന്റിലേക്ക്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിലേക്കുമാണ് ഈ ബോർഡുകൾ പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊരു MDF അല്ലെ HDF അല്ലെ HDF WR എന്ന് പറയുന്ന ബോർഡുകൾ എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനം അതിൻ്റെ എന്താ പറയുക മാനുഫാക്ചറിങ്, അതിൻ്റെ ക്വാളിറ്റി. മാനുഫാക്ചറിങ്ങിലാണ് ക്വാളിറ്റി ഇരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. അവർ ഡീലേഴ്സ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് നേതാജി വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമ്മുടെ വരും. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ എൻജിനിയർ.